ഇന്ത്യയിലേക്കുള്ള വിദേശ കറൻസി പ്രവാഹം ശക്തമാക്കാൻ ഇപ്പോൾ പണപ്പെരുപ്പം നമ്മുടെ രാജ്യത്തെ കാര്യമായി ബാധിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം വിദേശ കറൻസിയുടെ സ്റ്റോക്ക് കുറഞ്ഞു. ഈ യുദ്ധമൊക്കെ കാര്യമായി മുന്നോട്ട് പോയപ്പോൾ അതിന് റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ ഒരു ഇളവ് പദ്ധതി അത് വലിയ തോതിൽ പ്രവാസികൾ അവസരമാക്കിയിരിക്കുകയാണ്. പ്രവാസികൾക്ക് നേട്ടമാകുന്ന ഒരു പദ്ധതിയെ അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ്. ഇതോടുകൂടി ബാങ്കുകളിലേക്ക് വന്ന, അതായത് ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് FCNR വഴി, അതായത് അവിടുത്തെ കറൻസിയായി തന്നെ ഇന്ത്യയിലേക്ക് അയക്കാം. ഇപ്പോൾ ജപ്പാൻ അതുപോലെ രാജ്യങ്ങൾ, അല്ലെങ്കിൽ UAE പോലുള്ള രാജ്യങ്ങൾ അവിടുത്തെ കറൻസി എന്താണോ ആ കറൻസി അതുപോലെ ഇന്ത്യയിലേക്ക് അയക്കാനുള്ള സംവിധാനമാണ് ഈ FCNR എന്ന് പറയുന്നത്. 39 ദിവസം കൊണ്ട് ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയാണ് പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത് എന്നാണ് റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും പുതിയ കണക്ക്. കഴിഞ്ഞ ജൂൺ 5-നാണ് ഈ FCNR നിക്ഷേപ ചട്ടത്തിൽ വലിയ ആനുകൂല്യം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത്. അങ്ങനെ വരുമ്പോൾ ബാങ്കുകൾ ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നേരിടുന്ന ബാധ്യത ഈ വരുന്ന സെപ്റ്റംബർ 30 വരെ റിസർവ് ബാങ്ക് വഹിക്കും, അതിനുള്ള ചെലവ് നൽകാം എന്നായിരുന്നു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. ഈ ആശ്വാസം പ്രവാസി നിക്ഷേപകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഇതുവഴി നിക്ഷേപത്തിന് ഇരട്ടി പലിശ വരുമാനം ബാങ്കുകൾക്ക് നൽകാനായി എന്നുള്ളതാണ് പ്രധാനം. FCNR പലിശ നിരക്ക് നിലവിലെ 3 മുതൽ 4% വരെ ആയിരുന്നുവെങ്കിൽ അത് 7%, ഏതാണ്ട് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ ബാങ്കുകൾക്കായി. ഇതാണ് വളരെ കൃത്യമായി പ്രവാസികൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അങ്ങനെ വന്നൊരു കണക്ക് പ്രകാരം ജൂൺ 8 മുതൽ ജൂലൈ 17 വരെയുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് 1.65 ലക്ഷം കോടി രൂപ ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സെപ്റ്റംബർ 30 ഈ ഇത്തരത്തിൽ 80 ബില്യൺ, അതായത് 7.6 ലക്ഷം കോടി രൂപ ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ കൂടി നമ്മുടെ സംവിധാനത്തിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് തിരിച്ചെഴുന്നേറ്റ് രൂപയെ രക്ഷിക്കാനും ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം പിടിച്ചു നിർത്താനും ഒക്കെയാണ് ഈ രക്ഷാ നടപടി പ്രഖ്യാപിച്ചത്. പക്ഷേ അതായത് നേരത്തെ പറഞ്ഞ പോലെ വിദേശ കറൻസികളിൽ തന്നെ ഇന്ത്യൻ ബാങ്കുകളിൽ പ്രവാസികൾക്ക് നിക്ഷേപം നടത്താമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇപ്പോൾ യൂറോയിലായാലും ഡോളറിലായാലും പൗണ്ടിലായാലും യെന്നിലായാലും ഓസ്ട്രേലിയൻ ഡോളറിലായാലും കനേഡിയൻ ഡോളറിലായാലും ഒക്കെ വിദേശ കറൻസിയിൽ നിക്ഷേപിക്കാം. ആ പണം വിദേശ കറൻസിയായി തന്നെ അക്കൗണ്ടിൽ കിടക്കും, പലിശയും വിദേശ കറൻസിയിൽ തന്നെ ലഭിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഡോളറിൽ നിക്ഷേപിച്ചാൽ ഡോളറിൽ പലിശ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നിക്ഷേപ കാലാവധി തീരുമ്പോൾ ഈ ഡോളറിൽ തന്നെ പണം പിൻവലിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതാണ് ഈ പ്രവാസികളെ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്ന്. അത് അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള പ്രയോജനം രൂപയുടെ മൂല്യത്തകർച്ചയോ നേട്ടത്തെ ഒന്നും ബാധിക്കില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ FCNR നിക്ഷേപത്തിലെ പലിശ വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി വിധേയമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാലാവധി പൂർത്തിയായാൽ, പക്ഷേ ഒരു കാര്യമുണ്ട്, 1 വർഷത്തേക്ക് ഈ പണം എടുക്കാൻ സാധിക്കില്ല എന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്. 2026 സെപ്റ്റംബർ 30 വരെ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾക്കാണ് ഇത് ലഭിക്കുക. അതിനുശേഷം ഒരുപക്ഷെ നിരക്കിൽ മാറ്റം വരാം. അതായത് 12 മാസത്തേക്ക് ഈ പണം പിൻവലിക്കാനാവില്ല എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒപ്പം ഇന്ത്യയിൽ നികുതി ഇല്ല എങ്കിൽ പോലും വിദേശ രാജ്യത്ത് ഒരു പക്ഷേ നികുതി ഉണ്ടായേക്കാം. അത് ഈ നിക്ഷേപകരെ ബാധിച്ചേക്കാം. അതൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് റിസർവ് ബാങ്ക് ഇത്തരമൊരു പോളിസി പ്രഖ്യാപിക്കുകയും അതിന് വലിയ തോതിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.